BJP കൗൺസിലർ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളും വെളിപ്പെടുത്തലുകളും പുറത്തുവന്നു. അനിൽ പ്രസിഡന്റായിരുന്ന ബാങ്കിലെ നിക്ഷേപകന്റെ മകളുമായും ഭാര്യയുമായും അനിൽ സംസാരിക്കുന്നതിന്റെ ഓഡിയോ സംഭാഷണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിക്ഷേപകന്റെ മകളുമായുള്ള സംഭാഷണത്തിൽ അനിൽ വിവരിക്കുന്നത് തന്റെ ദയനീയാവസ്ഥയാണ്. തനിക്ക് ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ പറ്റുന്നില്ല. തന്റെ ശരീരം പകുതിയായി മാറിയെന്ന് പറയുന്ന അനിൽ തന്റെ അവസ്ഥയിൽ വീട്ടിലെല്ലാവരും ദുഃഖിതരാണെന്നും തന്റെ മകൾ ഒരു നിലയിലും ആയില്ല എന്നും വിലപിക്കുന്നുണ്ട്. ബാങ്ക് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പണം നൽകണമെന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല എന്നും നിക്ഷേപകന്റെ മകളോട് അനിൽ പറയുന്നുണ്ട്. ഈ നിസ്സഹായാവസ്ഥയിലും തന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അനിൽ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. പറഞ്ഞു കേട്ടാ, ഞാൻ ഇന്നിപ്പം നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാരെയും ഞാൻ ഒന്ന് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം, നമ്മെ കൊണ്ടൊന്ന് ഒന്ന് സംസാരിപ്പിക്കണം, എന്നെ അവിടെ വിളിപ്പിക്കട്ടെ എന്നെ. അതെ അതെ, അതാണ് ചേട്ടാ നല്ലത്. അല്ലാതെ ചേട്ടന്റെ ഒറ്റ കൈക്ക് പോയത് നടക്കത്തില്ല. ഇവരും ആവശ്യക്കാരാണ്, കാശിന് ആവശ്യക്കാരാണ്. ഈ പറയുന്ന പോലെ ചേട്ടാ കണ്ടല്ലോ, നേരിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കി. ഞാൻ ഇപ്പതാ കുറച്ചു മുന്നേ പോയി, അമ്മയ്ക്ക് കാലുവേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കൊണ്ടുപോയി ഒരു 50,000 രൂപയ്ക്ക് പണയം വെച്ചിട്ട് വന്നു. അപ്പൊ നാളെ അമ്മയെ എന്തായാലും കൊണ്ട് എസ്കേപ്പ് പോകണം, ശനിയാഴ്ച അച്ഛനെ കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ എനിക്ക് എന്തായാലും കാശുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, നാളെ എസ്കേയിൽ പോണതിന് മുന്നേ ആയിട്ട് ഒന്ന് CA എടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ചേട്ടൻ ഒറ്റയ്ക്ക് ഇത് ഇറങ്ങിയത് കൊണ്ട് നടക്കത്തില്ല ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കണ്ട. കാരണം വെച്ചാൽ അവരും കൂടെ, ചേട്ടനല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശെടുത്ത് മറിച്ചത്. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ചൂട് വരും. അല്ല ചേട്ടൻ ചെന്ന് പറഞ്ഞതും കൊണ്ട് അവരെല്ലാവരും നിസ്സാരം പോലെ നിൽക്കുകയല്ലേ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അനുഭവിക്കുന്നത്? അപ്പൊ അമ്മ ഒന്ന് CA കണ്ട് സംസാരിക്കട്ടെ. ഇന്നലെ ആയിരുന്നു ഡേറ്റ്, കാശ് കിട്ടിയില്ല എന്ന് പറയുമ്പോ അവര് CA വിളിപ്പിക്കുമല്ലോ. അപ്പൊ അവർക്കത് അതിന്റെ ഒരു ചൂട് വരും. അല്ലാതെ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ഈ ടെൻഷൻ അനുഭവിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അച്ഛൻ ഉപയോഗിക്കുന്ന ഡയപ്പർ മീഡിയം സൈസ് ആണോ ലാർജ് ആണോ ഏതാണ്? അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ. ചേട്ടാ അതിനല്ല അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. വേറൊരു കമ്പനിയില് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവര് ചോദിച്ച സൈസ് ചോദിച്ചു. ഒന്നും വേണ്ട ചേട്ടാ. മക്കളെ എന്നെ കാണാതെ മക്കളത് അല്ല അങ്ങനെയല്ല ചേട്ടാ. ഡയപ്പർ എല്ലാം ഞാൻ ഓൾറെഡി മേടിച്ച് വച്ചിരിക്കുന്നു. ഇല്ല ചേട്ടാ, ഇല്ല അതൊന്നും വേണ്ട ചേട്ടാ. അങ്ങനെയുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല ചേട്ടാ, വേറൊന്നും കൊണ്ടല്ല. കാരണം ഡയപ്പർ സത്യമായിട്ട് എന്റെ 3 കുഞ്ഞുങ്ങൾ സത്യമായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്കുള്ളത് മേടിച്ച് വച്ചിരിക്കുന്നു. ഇടപെടലും സംസാരമൊക്കെ ശരിക്കും മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഒരു വല്ലാത്ത സ്റ്റേജിലായിപ്പോയി ചേട്ടാ. എനിക്ക് ഈ പറയുന്ന പോലെ ചേട്ടൻ കുമാരമാവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ 5 വയസ്സിൽ പുലിനംപുറത്ത് വന്നതാ. ഇന്നേ വരെ ഈ അയൽപക്കത്ത് ഒരു മനുഷ്യരോട്ട് ഞാൻ പിണക്കമെന്ന് പറയുന്ന സംഭവം എന്റെ നിലനിൽക്കില്ല. ഞാൻ ഇന്ന് വരെ ഒരു ആൾക്കാരോടും എനിക്ക് പിണക്കമെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എല്ലാ പേരോടും ഞാൻ അങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആരുടെയെങ്കിലും മുന്നിൽ വന്ന് ഇത്രയും ഇതായിട്ട് ഞാൻ ഈ ബാങ്കിൽ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം അതെന്റെ അച്ഛന് വേണ്ടിയിട്ട് മാത്രം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുൾ ബാങ്കിൽ നിന്ന് ഒരു പ്രഷർ വന്നിട്ട് പോലും അതൊരു കേസ് ഫയൽ ചെയ്യണം, മീഡിയയിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം പോലും സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടന്റെ ഞാൻ ശ്രീമാരമോന്റെ അടുത്ത് ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യം, ഞാൻ അനുശേന്റെ ഒരാളുടെ മുഖം നോക്കിയിട്ടാണ് മാമ ഞാൻ ചെയ്യാത്തത്. ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന് ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം ചേട്ടന് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡെന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്കല്ലല്ലോ. അത് അമ്മ നാളെ പോയി CA എടുത്ത് സംസാരിക്കുമ്പോൾ CA വിളിച്ചോളൂ. പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ കൊച്ചു പിള്ളേർ. മക്കൾ എന്തായാലും അമ്മ രാവിലെ ഒന്ന് CA വിളിപ്പിക്കണം. ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഞാൻ നീ ഇന്ന് എന്തെങ്കിലും വിളിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം. ഈ ഓഡിയോയിൽ കുടുംബത്തോട് പോലീസിൽ പരാതിപ്പെടാൻ അനിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. CPM നേതാക്കൾ പോലീസിനെ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിയതാണ് അനിലിന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് ഇതുവരെ BJP നേതാക്കൾ പറഞ്ഞിരുന്നത്. നിക്ഷേപകന്റെ ഭാര്യയുമായുള്ള ഓഡിയോ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. നിക്ഷേപിച്ച പണം തിരികെ ആവശ്യപ്പെട്ട് കിടപ്പ് രോഗിയായ നിക്ഷേപകനെ നിർബന്ധിച്ച് ബാങ്കിൽ എത്തിച്ചതായും ഈ ഓഡിയോയിൽ പറയുന്നു. കിടപ്പ് രോഗി ശശിരൻ നായർക്ക് എത്രയും പെട്ടെന്ന് കൗൺസിലർമാരിൽ നിന്ന് പൈസ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് വാർത്ത വന്നത്. ഞങ്ങൾക്ക് ഇത്രയും നാൾ വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 5 മാസം കൊണ്ട് പലിശയുമില്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണ്. പക്ഷെ ഇപ്പം എനിക്ക് പകരം വന്ന ആളിൻ്റെ കൂടെ ചോദിച്ചപ്പോൾ അങ്ങേര് പറയണത് എന്തെന്ന് വെച്ചാൽ 2 വർഷത്തിനകത്ത് കുറേശ്ശെ തരാമെന്നാണ് അങ്ങേരെ വാക്ക്.
പക്ഷെ 2 പ്രാവശ്യം എൻ്റെ മോള് ഫോൺ വിളിച്ചിട്ടും അങ്ങനെ ഫോൺ എടുക്കണില്ല. അപ്പം ഞങ്ങൾ എന്ത് വേണ്ടി? ഇതെല്ലാവരും കൂടെ ഒത്തുകൂടി നിന്ന് ആലോചിച്ച കാര്യങ്ങളായിരിക്കും ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ട എന്നുള്ളത്. ഞങ്ങളിപ്പോൾ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ പൈസ ഇട്ടത്. ആ മനുഷ്യനെ വന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കി എങ്ങനത്തെ രൂപത്തിലാണ് കിടക്കണമെന്നുള്ളത്. കുറുക്കും പൊട്ടി ഞങ്ങൾ അതിൻ്റെ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഒരിടത്ത് ഒരു ആശുപത്രിയിൽ പോലും ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. 2 വർഷം കഴിഞ്ഞിട്ട് പൈസ കുറച്ച 2 വർഷത്തിനകത്തേക്ക് മനുഷ്യൻ കിടക്കുമോ എന്നുള്ളത് ആർക്കറിയാം. ഞങ്ങൾക്ക് ജീവനല്ലേ വലുത്. കിടപ്പ് രോഗിയായ മനുഷ്യനെ ബാങ്കിൽ വിളിച്ചു വരുത്തരുതെന്ന് അനിൽ ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് സെക്രട്ടറി നീലിമ വഴങ്ങിയില്ല. ഒടുവിൽ ഇദ്ദേഹത്തിനെ ആംബുലൻസിൽ ബാങ്കിൽ എത്തിക്കേണ്ടി വന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആംബുലൻസിൽ നിന്ന് ഒപ്പിട്ട് നൽകിയിട്ടും പണം കിട്ടിയില്ല എന്നതാണ് ഇതിന്റെ ബാക്കി പത്രം. BJP നേതാക്കളുടെ വിശ്വാസവഞ്ചനയും തട്ടിപ്പും മൂലം ജീവനൊടുക്കേണ്ടി വന്നവരാണ് തിരുമല അനിലും ആനന്ദ് കെ തമ്പിയും. ജീവിച്ചിരുന്നപ്പോൾ അടിയുറച്ച RSS പ്രവർത്തകരായിരുന്ന ഇരുവരെയും മരണത്തിലേക്ക് തള്ളിയിട്ടത് BJP നേതാക്കൾ. മരണശേഷവും ഇവരെ തള്ളിപ്പറയുന്നതും BJP. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ ഒരു ഓർമ്മ പോലും BJP തങ്ങളുടെ പോസ്റ്റുകളിലോ ബാനറുകളിലോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലോ പങ്കുവെക്കുന്നില്ല. അവരുടെ കുടുംബങ്ങളെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതെ, അനിലിന്റെയും ആനന്ദിന്റെയും ഓർമ്മകളെ പോലും അവർ ഭയപ്പെടുന്നു. അല്ലെങ്കിലും ചരിത്രത്തെ എക്കാലത്തും ഭയക്കുന്നവർ ആണല്ലോ RSSും BJPയും.